നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിങ്ങൾ എല്ലാവരും ഒരുപോലെ പറയുന്ന ഒരു കാര്യം ഇവൻ മാത്രം മാറ്റി പറയുന്നുവെങ്കിൽ അതിന്റെ ഉദ്ദേശം വേറെ എന്തോ ആണ്. അത് ഞാൻ കണ്ടുപിടിച്ചോളാം, പരിഹരിച്ചോളാം. അച്ഛാ എന്നെ ഒന്നും നീ മിണ്ടരുത്. കണിമംഗലം കുടുംബത്തിന്റെ മേലെ ഒരു പെൺകുട്ടിയുടെയും അവളുടെ കുടുംബത്തിന്റെയും ശാപം കണ്ണീരായി വീഴാൻ ഞാൻ സമ്മതിക്കില്ല. ഇതെന്റെ തീരുമാനമാണ്. അവളോട് ചോദിച്ചാ സത്യം അറിയാലോ. കൽപ്പന, അതിരുവിട്ട് സംസാരിക്കരുത്. മനസ്സ് നിറയെ സ്വപ്നങ്ങളുമായിട്ട് ഒരു പെൺകുട്ടി മണിയറയിലേക്ക് കയറി വന്നിരിക്കുകയാണ്. അവളോട് ചോദിക്കാൻ പറ്റിയ കാര്യങ്ങളാണോ ഇതൊക്കെ? ഇത് പരിഹരിക്കണ്ടേ ഏട്ടാ? എങ്കിൽ പിന്നെ ഏട്ടൻ ദേവനാരായണൻ തിരുമേനിയോട് വരാൻ പറയൂ. അയാള് പറയട്ടെ ഇതിനുത്തരം എന്താണെന്ന്. ഏട്ടൻ എന്തിനാ മടിക്കുന്നത്? അദ്ദേഹത്തെ വിളിച്ചിട്ട് വരാൻ പറയൂ. ആര് വിളിച്ചാലും വിളിച്ചില്ലേലും എന്റെ ബെഡ്റൂമിലേക്ക് നിങ്ങൾ ഇപ്പൊ കയറ്റിവിട്ട ആ പെണ്ണുമായി ഞാൻ ജീവിക്കുന്ന പ്രശ്നമില്ല. അച്ഛാ, നമ്മളിപ്പോ എന്താ ചെയ്യാ? ദേവനാരായണൻ തിരുമേനിയെ വിളിച്ചു വരുത്താൻ പറ്റില്ല. പ്രിയങ്ക ചോദ്യം ചെയ്യുന്ന പ്രശ്നമില്ല. അമ്മേ, പാരമ്പര്യം അനുസരിച്ച് വരുണ്ട വധുവിന് ഇട്ടുകൊടുക്കേണ്ട വള അമ്മയല്ലേ ഇട്ടുകൊടുത്തത്? അതാർക്കായിരുന്നു? കൈ നീട്ട്, നീട്ട് മോളെ. അത് ഇവിടെയുള്ള പ്രിയങ്കയ്ക്ക് തന്നെ. മരുമകളാകാൻ പോകുന്ന പെണ്ണിന്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ടു കൊടുത്തത് നീ തന്നെയല്ലേ? അതിലെന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല. മഞ്ഞൾ കല്യാണം എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോയത് നിങ്ങളൊക്കെ കൂടിയല്ലേ? അന്ന് നിങ്ങൾ വേറെ ഏതെങ്കിലും പെണ്ണിന്റെ കവളത്താണോ മഞ്ഞൾ അണിയിച്ചത്? അത് പിന്നെ അച്ഛാ, നിങ്ങൾ എല്ലാവരും ഒരുപോലെ പറയുന്ന ഒരു കാര്യം ഇവൻ മാത്രം മാറ്റി പറയുന്നുവെങ്കിൽ അതിന്റെ ഉദ്ദേശം വേറെ എന്തോ ആണ്. അത് ഞാൻ കണ്ടുപിടിച്ചോളാം, പരിഹരിച്ചോളാം. അച്ഛാ എന്നെ ഒന്നും നീ മിണ്ടരുത്. കണിമംഗലം കുടുംബത്തിന്റെ മേലെ ഒരു പെൺകുട്ടിയുടെയും അവളുടെ കുടുംബത്തിന്റെയും ശാപം കണ്ണീരായി വീഴാൻ ഞാൻ സമ്മതിക്കില്ല. ഇതെന്റെ തീരുമാനമാണ്. ഇതിലും മേലെ ഈ കാര്യം ആരും ചർച്ച ചെയ്യണ്ട. എന്നാ ഈ പ്രതിമയോടൊക്കെ സംസാരിക്കാൻ തുടങ്ങിയേ? ആരോടാ പിന്നില്ല? ആര് പറഞ്ഞിട്ടാ നീ ഇതിനകത്തേക്ക് എന്നെ കയറ്റി വിട്ടത്? മുത്തശ്ശി, നിനക്ക് നിന്റെ പെണ്ണിനോട് എത്ര സ്നേഹം ഉണ്ടെന്ന് ഞങ്ങൾക്കൊന്നും അറിയണ്ടേ? പിന്നെ നീ അവളെ എങ്ങനെയായിരിക്കും നോക്കാന്ന് അറിയാൻ വേണ്ടി ഞങ്ങളൊന്ന് പരീക്ഷിച്ചല്ലേ മോനെ? അതെ, ഈ കുട്ടിക്കളിയില് എനിക്ക് പങ്കില്ല കേട്ടോ. ഇത് നിന്റെ ഒരിക്കലും പ്രായമാവാത്ത കുട്ടി മുത്തശ്ശി മാത്രം ചെയ്തതാ. മുത്തശ്ശി
കഷ്ടമുണ്ട് മുത്തശ്ശി. ദേ, ചുമ്മാ ഞാൻ ഇത്രയും വാചകം അടിച്ചത് വേസ്റ്റ് ആയില്ലേ? അല്ല, നിങ്ങൾ എല്ലാവരും കേട്ടോ അതൊക്കെ? ഞങ്ങള് കേട്ടു. അയ്യോ, അതിന് പിന്നെ നിങ്ങൾ മാത്രമായിട്ട് എന്തിനാ ഇങ്ങോട്ട് വന്നേ? കല്യാണത്തിന് വന്നാ എല്ലാവരെയും കൂടി വിളിച്ച് നമ്മുടെ പോരാണല്ലോ. ദേഷ്യമൊന്നും വേണ്ടടാ. മുത്തശ്ശിക്ക് ഒരു തമാശ കളിക്കാൻ നിന്നോടല്ലേ പറ്റൂ. എന്നാ പിന്നെ മോന്റെ മണിയറയിൽ ചെന്നിരിക്കും. മുത്തശ്ശി പ്രിയങ്കയെ അങ്ങോട്ട് വിടാം. ഉവ്വ് ഉവ്വ്. അടുത്ത പ്രതിമയും കൊണ്ടുവരാനായിരിക്കും. അതിന് ഇനി ഇവിടെ വേറെ പ്രതിമയില്ലല്ലോ. അമ്മേ, ഞാൻ ശരിയാക്കി തരാം കേട്ടോ. ഇത് ഞാൻ ശരിയാക്കി തരാം. വാടാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് വാടാ. ആടാ. അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടുവെന്ന് ഐശ്വര്യ പറയുന്നത് സത്യമാണോ അതോ തോന്നലോ? തോന്നലല്ല, ഞാൻ വ്യക്തമായി കണ്ടതാ. ശ്യാമയുടെ അതേ ചായ, അതേ രൂപം. എനിക്കുറപ്പാ അത് ശ്യാമയുടെ മകള് തന്നെയാ. എന്ന് പറഞ്ഞാൽ കൊല്ലാൻ ഏൽപ്പിച്ചവർ അത് ചെയ്തില്ല. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദുഷ്ടന്മാരുടെ മനസ്സലിഞ്ഞ് പിഞ്ചു കുഞ്ഞുങ്ങളെ വെറുതെ വിട്ടതും പിന്നീട് അവർ ചോദ്യചിഹ്നമായി വളർന്ന് മുന്നിൽ വന്ന് നിന്നതുമൊക്കെ. മാഡം, ഞാനും ശ്യാമയും തമ്മിലുള്ള കരാറുകള് മാഡത്തിന് അറിയാലോ. ശ്യാമയുടെ സമ്പത്ത് മുഴുവൻ കൈകാര്യം ചെയ്യാനുള്ള അവകാശം ശ്യാമ എന്റെ പേർക്ക് എഴുതി വെച്ചതാ. മാഡത്തിന്റെ സീനിയർ തന്നെയാ അതിനുവേണ്ട പേപ്പറുകളൊക്കെ ശരിയാക്കിയത്. അതിന് എന്തെങ്കിലും ഒരു മാറ്റം? ലുക്ക് ഐശ്വര്യ, ഞങ്ങൾ ഈ കാര്യം സംസാരിച്ചിരുന്നു. ഐശ്വര്യ പറയുന്നത് പോലെ ശ്യാമയുടെ മകൾ ജീവിച്ചിരിക്കുന്നെങ്കിൽ ഇങ്ങനൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല. ശ്യാമയും ഐശ്വര്യയും തമ്മിലുള്ള കരാർ അനുസരിച്ച് ശ്യാമയുടെ സമ്പത്ത് ഐശ്വര്യക്ക് കൈകാര്യം ചെയ്യാവുന്നത് ശ്യാമയുടെ മകൾ പ്രായപൂർത്തിയാകുന്നതുവരെയാണ്. കുഞ്ഞിനെ കാണാതായിട്ട് മോർ ദാൻ 20 years. ദാറ്റ് മീൻസ് അവകാശങ്ങളെല്ലാം ഐശ്വര്യയുടെ കയ്യിൽ നിന്നും പോയി കഴിഞ്ഞു. എന്റെ ചോദ്യം അതല്ല. സ്റ്റിൽ ആളുകൾക്ക് മുമ്പില് ശ്യാമയുടെ മകള് ജീവനോടെ ഇല്ല. ഏതെങ്കിലും രീതിയിൽ അവളെ കണ്ടെത്തുന്നതിന് മുൻപ് എനിക്ക് ഈ സമ്പത്തുകളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ? ഞാൻ നിശ്ചയിക്കുന്ന അക്കൗണ്ടുകളിലേക്ക് മാറ്റാൻ പറ്റുമോ? അങ്ങനെ ഒരു കാര്യം നടന്നാൽ ശ്യാമയുടെ കുഞ്ഞ് ജീവിച്ചിരിപ്പില്ലാന്ന് ഐശ്വര്യ പ്രൂവ് ചെയ്യണം. തനിക്കതിന് സാധിക്കൂ? അതിനല്ലേ ഞാൻ മാമിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. നിയമപ്രകാരം ഒന്നും നടക്കില്ല. നിയമത്തിന് അപ്പുറത്താണെങ്കിൽ എന്തും നടക്കും. ശ്യാമയുടെ മകൾ ജീവനോടെ ശ്യാമയുടെ മുന്നിലെത്തിയ ഐശ്വര്യ പിന്നെ ഒരു ബിഗ് സീറോ ആണ്. ആ മകളെ ജീവനോടെ ശ്യാമ കാണാതിരുന്നാൽ ഇന്നത്തെ സൗഭാഗ്യങ്ങൾ ഐശ്വര്യയുടെ കൂടെ തന്നെ ഉണ്ടാവും. കൊല്ലും ഞാൻ അവളെ. എവിടെ ആരൊളിപ്പിച്ചതാണെങ്കിലും തേടി പിടിച്ച് കൊന്നിരിക്കും ഞാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.